സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ദുരൂഹതകൾ തുടരുകയാണ്. ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ടി-കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനിടെ കരാറിലെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന CAG റിപ്പോർട്ടും പുറത്തുവന്നു. ടി-കോമിന് നഷ്ടപരിഹാരം നൽകി എന്തിന് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പിന്മാറുന്നുവെന്ന ചോദ്യത്തിന് സർക്കാരിന് വ്യക്തതയില്ല. വിവാദമുയർന്ന് രണ്ടാം ദിവസവും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ സർക്കാർ കേന്ദ്രങ്ങൾ തയ്യാറാവുന്നില്ല. ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയെടുത്ത ഈ തീരുമാനത്തിന് പിന്നിൽ നിരവധി ദുരൂഹതകളുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടി-കോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ്. ഇത് വിശദമായ യാതൊരു ചർച്ചയും LDFിൽ പോലും നടത്തിയിട്ടില്ല. പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ടി-കോമിന് കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതിനിടെ കരാറിലെ പാളിച്ചകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാരിന് അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവന്നു. കൊച്ചി സ്മാർട്ട് സിറ്റി കരാറിലെ പോരായ്മകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള CAG റിപ്പോർട്ടാണ് ഇതിന്റെ തെളിവ്. കരാറിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്നില്ല എന്നതാണ് CAG ചൂണ്ടിക്കാട്ടിയ പ്രധാന പോരായ്മ. നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. പദ്ധതിക്കായി കൈമാറിയ ഭൂമിയുടെ കാര്യത്തിലും വലിയ വൈരുദ്ധ്യങ്ങൾ CAG എടുത്തു പറഞ്ഞിരുന്നു. 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കാൻ 144 ഏക്കർ മാത്രമായിരുന്നു ആവശ്യം. പക്ഷേ സർക്കാർ 244 ഏക്കർ ടി-കോമിന് എന്തിന് കൈമാറി? റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിന് ഭൂമി കൈമാറാനുള്ള സാധ്യതയും റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടി. താൽപര്യപത്രം ക്ഷണിച്ച് മറ്റ് കമ്പനികൾക്ക് കൂടി അവസരം നൽകാതെ എന്തിന് ടി-കോമിനെ മാത്രമായി പരിഗണിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ CAG 2014 റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ടി-കോമിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ അമിത താൽപര്യമെടുക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാർ കേന്ദ്രങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. News 18 തിരുവനന്തപുരം.